ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ അങ്ങനെ ഹീറോ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഒരു സ്ട്രക്ചറായിരുന്നു. അങ്ങനെ വേറെ ആളൊക്കെയായിരുന്നു. അങ്ങനായിട്ട് ഹീറോ ഹലോ എന്നെ ഫോൺ വിളിച്ചായിരുന്നു. ഹലോ ഹലോ മാം എന്താ പറ്റി? ഉം, ആം, ഞാൻ പറഞ്ഞ മതി. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 4 പേരും ഞാൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞവർ 4 പേര് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അവർ 4 പേര് വന്നായിരുന്നു. അങ്ങനെ 4 പേര് ഇങ്ങനെയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. എന്താ മച്ചി എന്താടാ മച്ചാ എന്ന് പറയുമായിരുന്നു. 4 പേർ 4 ബോയ്സ് ആയിരുന്നു. എന്താ മച്ചാ എന്താ പ്രശ്നം എന്ന് പറയുന്നു. ഹീറോയിൻ്റെ അനിയർക്ക് അവർ 4 പേരെ കണ്ട് പേടിയായിരുന്നു. അയ്യോ ഇവർ 4 പേര് ഭയങ്കര ടെററാണ്. 4 പേർ കേട്ടായിരുന്നു എന്ത് വെച്ചാന്ന് പറയുന്നു. ശരിടാ ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്, നിങ്ങൾ മതി ചെയ്യണമെന്ന്. ശരിടാ എന്ത് പ്രശ്നമോ എന്ന് പറയായിരുന്നു. അവർ 4 പേർ ചെറിയ പ്രായത്തിൽ ഫ്രണ്ട്സാണ്, അത് മതി. എന്താ നടന്ന കാര്യം പറഞ്ഞു. ഓഹോ അപ്പം നിനക്ക് അവരെ പിടിച്ചിനാ? അതെ എനിക്ക് അവരോട് ഒരു ശരി ഓക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ എനിക്ക് ഫ്രണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഫോളോ നിങ്ങൾ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് 4 പേര് ഫോളോ ചെയ്യുമ്പോൾ ഹീറോയുടെ വീട്ടിൽ ഹീറോയ്ക്ക് ഒരു കോൾ വന്ന്. എന്താ ഡാഡി? ശരി ബിസിനസ് കമ്പനി നോക്കുന്നത്. ഡാഡി എനിക്ക് കുറച്ച് നാളുള്ളതാണ്, അത് കഴിഞ്ഞ ശേഷം ഞാൻ ബിസിനസ് നോക്കിക്കോളാം ഡാഡി. ഇപ്പോൾ ഞാൻ പാതി നോക്കാം, ഞാൻ പഠിച്ച ശേഷം ഫുൾ കമ്പനി ഞാൻ റൺ ചെയ്യാം ഡാഡ് എന്നെ പറയായിരുന്നു. ശരിപ്പാ ഞാൻ കുറച്ച് ബിസിനസ് അങ്ങനെ ഹീറോ ഡാഡി കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന്. ഹീറോ ബിസിനസ് എങ്ങനെ ചെയ്യാം, നല്ല ടാലൻ്റാണ്, പഠിക്കുന്ന നമ്പർ 1, ഭയങ്കര കോളേജ് നമ്പർ 1 ആണ് ഹീറോ. ശരി എന്താ ഹീറോ ഇങ്ങനെ ഇരുന്നായിരുന്നു. അങ്ങനായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ അവർക്ക് 4 പേർക്ക് ഷോക്കായിരുന്നു. അവിടെ നോക്കുമ്പോൾ 4 പേര് ഷോക്കായി നോക്കായിരുന്നു. വായ്പ അയ്യോ വാടാ ഞാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. അവിടെ കുറച്ച് ഒരു ഗേൾസ് ഉണ്ടായിരുന്നു. 7 ഗേൾസ് ഉണ്ടായി. 7 ഗേൾസ് പിന്നെ അവർ ഒറ്റ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. 7 പേരെ കുറിച്ച് മിരട്ട തുടങ്ങിയായിരുന്നു. അത് ഇവർ പോയിട്ടിരുന്നായിരുന്നു. അതെ ഇവർക്ക് 4 പേർക്ക് എല്ലാ ലാംഗ്വേജ് അറിയാം. അതിലൊരാളുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു ലീഡർ മതി, എന്താണ് സംസാരിക്കുന്നത് കേൾക്കായിരുന്നു. അവർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി. ഷോക്കായിരുന്നു. രാഹുൽക്കെല്ലാം കേൾക്കായിരുന്നു. രാഹുൽക്കെല്ലാം അറിയൂ. രാഹുൽ എല്ലാം കേട്ടായിരുന്നു. ഓക്കെ രാഹുൽ പറഞ്ഞ ഞാൻ ഉണ്ടായി അവരെന്താ സംസാരിക്കാൻ ഞാൻ നോക്കിക്കോളാം. രാഹുൽക്കെല്ലാം കേട്ട് ആ പെണ്ണ് അതിലൊരു ഗോളുണ്ടായിരുന്നു. ജിൻ്റെ അടുത്ത് വന്നു. ഹാൻസം ബോയ് പറഞ്ഞു കേൾക്ക്, നീ എൻ്റെ കൂടെ ക്ലോസ് ആയിരിക്കണം. അതുമാത്രമല്ല ഇങ്ങനെ ഒരു ഒന്നെല്ലാം ബാഡായിട്ട് ഗേൾ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒന്നായിട്ട് അങ്ങനെ എല്ലാ ഗേൾസും പറയായിരുന്നു. അതുമാത്രമല്ല ഇങ്ങനെ ഒരു മിരട്ടായിരുന്നു. അവർക്ക് പേടിയായിരുന്നു. 7 പേർക്ക് പാവം അവർ പേടിച്ച് വിറക്കായിരുന്നു. ഇങ്ങനെ പണം തരണം അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. അവരുള്ള പണത്തെടുക്കും നിങ്ങൾക്ക് ഞങ്ങൾ. അപ്പം ജിന്ന് പറയായിരുന്നു, നിങ്ങൾക്ക് ഞാൻ പണം തരുമെന്ന് ആവശ്യമില്ലല്ലേ, അവളുടെ അമ്മ പണം കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തന്നായിരുന്നു. അതെന്ത് 7 പേർ പറയായിരുന്നു. അങ്ങനെ അവർക്ക് അറിയില്ലായിരുന്നു പാവം, അവർ അമ്മ കേട്ടിനെന്ന് നമ്പിയായിരുന്നു. അതുകൊണ്ട് പൊടിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ കൊണ്ട് അവർ പണം തരുന്നല്ലേ, പണമൊന്നും വേണ്ട നിങ്ങൾ മതി എന്നാൽ ഗേൾസ് 7 പേർ വളയാൻ തുടങ്ങിയായിരുന്നു. ഇതുകൊണ്ട് 4 പേർക്ക് ടെൻഷനായിരുന്നു. 4 പേർ മാസ്ക് ഇട്ട് നല്ല സ്റ്റൈല് വരുന്നായിരുന്നു. ഹീറോയ്ക്ക് കോൾ ചേർന്നു. ഹീറോ വന്നു. എന്താടാ നടന്ന കാര്യം പറഞ്ഞു. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ ഹീറോ വന്നായിരുന്നു. ഒരു ഡോൺ മതി. ഇങ്ങനെ ഹീറോ കാറിൽ ഇറങ്ങിയായിരുന്നു. ഗേൾസ് എന്ന് പറയായിരുന്നു. ഈ ഗേൾസ് എല്ലാം തിരിഞ്ഞു നോക്കുമായിരുന്നു. എന്താടാ അവിടെ ചെയ്യുന്നത് എന്ന് പറയായിരുന്നു. അങ്ങനെ ഗേൾസ് ബോഡി ഗാർഡ് ഇങ്ങനെ ഹീറോ മറട്ടായിരുന്നു. മാറി അതിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുന്നത് നല്ലത്. ഇനി മേലെ ഈ ബോയ്സിൻ്റെ പുറകിൽ നടന്ന എന്താ മണി കെട്ടുന്നതാ അങ്ങനെ ഹീറോയി കേട്ടായിരുന്നു. എന്താ മണി തരാൻ പറഞ്ഞിട്ടില്ലേ, എത്ര മണി തരണമെന്ന് കേട്ടായിരുന്നു. ജിന്ന് പറയായിരുന്നു മണി കേട്ടായിരുന്നു. നിങ്ങൾ കാശ് മാം ഞങ്ങൾ ഓടി മണി കൊടുത്തത് അതുകൊണ്ട് ഹീറോയി കേൾക്കായിരുന്നു. മണി എത്രയാണ് കൊടുക്കുന്നത്, പണം എത്ര മണി തരണുണ്ട് എന്ന് ഹീറോ നല്ല മാസ്ക് കഴിക്കാൻ. ആ പെണ്ണ് ഭയങ്കര ഇവരോട് എത്ര പണം ഇടുന്നില്ല ഓരോ അങ്ങനെയായിട്ട് ആ പെണ്ണ് ഇത്ര പണം പറഞ്ഞു തരുന്നു. എന്താ ഇത്ര മണിയാ എന്നാ എടുത്തോ എന്ന് പറയുന്നു. ഇങ്ങനെ ലൈറ്റ് ഇവിടെ പുറകിൽ വരാൻ കാലം അത് മറട്ടായിരുന്നു. ഹീറോയിൻ 4-5 അവർ ആൾക്കാരുടെ പിടിച്ച് തല്ലിയായിരുന്നു. പെണ്ണിൻ്റെ കണത്ത് 7 ഗേൾസിന് കണത്ത് പല അടിച്ചായിരുന്നു. പേടിച്ച് പോയായിരുന്നു ഗേൾസ് അല്ല. അങ്ങനെ ബോയ്സിനെ പിടിച്ച് കേൾക്കായിരുന്നു. നിങ്ങളെ പേരെന്താ? അങ്ങനെ അവരുടെ പേര് പറയുന്നു. നിങ്ങളെ മമ്മി പറഞ്ഞ 7 പേർ വീട് ചേഞ്ച് ആയിരുന്നു. 7 പേർ പറയണം നിങ്ങൾക്ക് മമ്മില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി ഹീറോയി. എന്നാൽ മമ്മി എന്തില്ല, അത് സ്റ്റെപ്പ് മമ്മി സ്റ്റെപ്പ് ഡാഡി എന്ന് പറയുന്നത്. ഈ ഏട്ടാ ഹീറോയെ കാണിച്ച് സ്റ്റെപ്പ് മമ്മി സ്റ്റെപ്പ് മമ്മിയാ. അതെ ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി ഇപ്പോൾ മാരേജ് ഡാഡി പോയിരുന്നു. 7 പേർ സാഡായി പറഞ്ഞു. അതുകൊണ്ട് സ്റ്റെപ്പ് മമ്മി വീണ്ടും മാരേജ് കഴിച്ചു. അതുകൊണ്ട് സ്റ്റെപ്പ് ഡാഡി അവരെല്ലാം നമ്മളെല്ലാവരും ടോർച്ചർ ചെയ്യാമെന്ന് പറയായിരുന്നു. അപ്പോൾ നിങ്ങൾ 7 പേർ പറയായിരുന്നു. ബാക്കി മിസ് പറയുന്നത് ഞങ്ങൾക്ക് ഡാഡിയില്ല.
ഇങ്ങനെ ഓരോന്നൊക്കെ ആൾക്ക് ഇല്ലയെന്ന് പറയുന്നത്. ഹീറോയിന് ഒരു സാഡായിരുന്നു. എന്താ മമ്മി ഇല്ലേ എന്നാ പറയുന്നത് ഹീറോയിൻ. ശരി നിങ്ങൾക്കിവിടെ വീട്ടിലൊന്നുമില്ല എന്ന് പറയായിരുന്നു. ശരി ഓക്കെ വിഷമിക്കണമെന്ന് പറയുന്നത്. ജോബ് നിങ്ങൾ കോളേജ് പഠിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി സാരമില്ല. അപ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ ഇവിടുന്ന് പോകാൻ തുടങ്ങി. എന്ത് പ്രശ്നമാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് 6 മണിക്ക് കൊടുത്ത് പോയായിരുന്നു. എന്ത് എളുപ്പമാണ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഹീറോ ഇവിടുന്ന് പോയായിരുന്നു. അവർ ആരാ ഇത് എന്ന് പറഞ്ഞ് ഷുഗർ കേൾക്കായിരുന്നു. ശരി നമ്മൾ പോവാന്ന് പറഞ്ഞ് ആരും സമാധാനമാക്കി കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ ഡാഡി പ്രിയ എന്ത് ഡാഡ് എനിക്കൊരു വാലജി വന്നിട്ടുണ്ട്. എന്ത്? അതെ ഇവൻ്റെ പേര് കൃഷ്ണ. ഇവനെ നീ മാരേജ് കഴിക്കുക. ഇവൻ നല്ല റിച്ച് തന്നെ. മാത്ര നീ പറഞ്ഞു മാരേജ് ചെയ്യുക. ഇവനെ ഞാൻ മനസ്സിലായിട്ടില്ല. ഇന്നെ മനസ്സിലായിട്ട് ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇവന് പറഞ്ഞിട്ടുണ്ടോ നീ അവനെ ലവ് ചെയ്യാം? ഡാഡ് ഞാൻ ഇവനെ ലവ് ചെയ്യുന്നില്ല. മാരേജ് അല്ലേ ഞാൻ കണ്ടിട്ട് കഴിക്കാം. ഇവന് മാരേജ് കഴിക്കണമെന്ന് ഹീറോ പറഞ്ഞായിരുന്നു. ഇല്ലമ്മ നമ്മൾ ഇന്ത്യക്ക് പോകുന്ന ടൈം വന്നു, അതുകൊണ്ട് മാരേജ് കഴിച്ച് ഡാഡ് പറഞ്ഞൊക്കെ എനിക്ക് ഇവരെ മേലെ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ മാരേജ് വേണം കഴിച്ചോളാം എന്ന് ഹീറോ ടെൻഷനായി പോയി. ഈ അച്ഛൻ ടോർച്ചർ ചെയ്യാൻ ടെൻഷൻ്റെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ അതേ ഗേൾസ് വീണ്ടും വന്ന് അവർ പിടിച്ച് ടോർച്ചർ ചെയ്ത് ഹീറോയ്ക്ക് ടെൻഷനായി. ഇത് വെട്ട ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു. 4 പേര് വന്ന് ഹീറോ വേഗം ഫൈറ്റ് ചെയ്തായിരുന്നു. ഇത് വെട്ട ശരിയാവില്ല. അങ്ങനെ 6 അടിച്ചായിരുന്നു. 6 ഫുൾ 7 വരെ കോളേജ് പോയി ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് ഹീറോയി 7 പേരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുക, നിങ്ങൾ ഇങ്ങനെ കോളേജിൽ ശരി നിങ്ങൾ കോളേജിൽ പഠിച്ചോളാം, നിങ്ങൾ ഇങ്ങനെ ഹീറോ പോയിട്ട് സർട്ടിഫിക്കറ്റ് മൊത്തം എടുത്തിട്ട് വന്ന് അതിനെ കൊണ്ടും നിങ്ങളിവിടെ പഠിക്കേണ്ട പറഞ്ഞ് ഹീറോയി. ശരി ഓക്കെ വാ എന്ന് പറഞ്ഞ് ഹീറോയി. ശരി നിങ്ങൾ ഇവിടെ പഠിച്ചാൽ പ്രശ്നമാവും, നിങ്ങൾ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ വരുന്നത് എന്ത്? ശരി ഓക്കെ പ്രശ്നമൊന്നുമില്ല വാ എന്ന് പറഞ്ഞ് അങ്ങനെ 7 പേരെ ഡ്രസ്സൊന്നുമുണ്ട്. ഡ്രസ്സ് പറഞ്ഞാൽ ഒരു ഡ്രസ്സിൽ കാണുമ്പോൾ ശരി വാ 7 പേരെ ഷോപ്പിംഗ് കൊണ്ടുപോയായിരുന്നു. ഷോപ്പിംഗ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും സാധനം വന്നാൽ പഴയ ഡ്രസ്സ് നിങ്ങൾക്ക് പോവാം, പഴയ ഡ്രസ്സ് ഇത് വേണ്ട പറഞ്ഞു. ഹീറോ പുതിയ ഡ്രസ്സ് എല്ലാം മേങ്ങി, പുതിയ ബാഗ്സ് എല്ലാം മേങ്ങി, എല്ലാം നിങ്ങളെ സർട്ടിഫിക്കറ്റ് അതെല്ലാം ഇട്ടോ എന്ന് പറഞ്ഞു.